ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് ഒരു വ്ളോഗായിട്ടാണ്, ഇഫ്താർ വ്ളോഗായിട്ടാണ്. ഇഫ്താറിന് നമ്മൾ എന്നും വീട്ടിൽ നിന്നല്ലേ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാറ്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടി പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇപ്പോൾ നമ്മൾ നോമ്പ് തുറന്നതിന് ശേഷമാണ് നമ്മൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് നമ്മളിവിടെ ചെയ്ത് വെക്കുന്നത്. അതിന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കാനായിട്ട് മുന്തിരി, പിന്നെ ഫ്രൂട്ട്സായിട്ട് മുന്തിരി, മുസബി, ചക്രമത്ത ഇതൊക്കെയാണ് ഉള്ളത്. പിന്നെ നമ്മൾ വെള്ളം കലക്കി വെച്ചിട്ടുണ്ട്. അത് നോമ്പ് തുറക്കാനാവണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ ഇത് നമ്മൾ ഉള്ളിവടയാണ്. പിന്നെ മുളക് ബജ്ജി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ കായ ബജ്ജി, പിന്നെ ചക്രമത്ത കലക്കി വെച്ചിട്ടുണ്ട്, പിന്നെ ചക്രമത്ത മുറിച്ചും വെച്ചിട്ടുണ്ട്, പിന്നെ തരിക്കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും നമ്മൾ ഇവിടെ കൊടുന്ന് വെക്കുകയാണ്. നമ്മൾ നോമ്പ് തുറക്കാൻ ഒരു 15 മിനിറ്റ് ടൈമുള്ളൂ. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തുറക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഗ്ലാസ്സിലൊക്കെ സെർവ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇട്ടിട്ടുള്ള തരിക്കഞ്ഞി, തേങ്ങാപ്പാൽ ലാസ്റ്റ് ചേർത്തിട്ടുള്ള തരിക്കഞ്ഞി. ഈ വീഡിയോ കാണാത്തവർ പോയി കണ്ടോളൂ കേട്ടോ, ചാനലിട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ തരിക്കഞ്ഞി. ഇപ്പോൾ ഞങ്ങൾ ഇതേപോലെ തന്നെയാണ് തരിക്കഞ്ഞി കൂടുതൽ ഉണ്ടാക്കാറ്. അപ്പോൾ ഇതാ ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാങ്ക് കൊടുക്കേ വേണ്ടിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതാ നോമ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഈത്തപ്പഴം കൊണ്ടാണ് നോമ്പ് തുറക്കൽ സുന്നത്ത്. അപ്പം അതാണ് ആദ്യം ചെയ്തത്. പിന്നെ നമ്മൾ വെറും വയറ്റിൽ കുറച്ച് സാദാ വെള്ളമാണ് ആദ്യം കുടിച്ചിട്ടുള്ളത്. പിന്നെ കലക്കിയ വെള്ളമൊക്കെ കുടിച്ച്, പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ച് ഞങ്ങൾ നോമ്പ് തുറക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ പോണത്. ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ. അപ്പോൾ നമ്മൾ കുന്നംകുളം ആ ഭാഗത്തേക്കാണ് പോയിട്ടുള്ളത്. മലബാർ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലേക്കാണ് പോയിട്ടുള്ളത്. ഇവിടുത്തെ ഫുഡിൻ്റെ റിവ്യൂ ഒക്കെ ഒരുപാട് പേര് നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ പോണത്. അപ്പോൾ പോയിട്ട് കഴിച്ചിട്ട് പറയാം. അപ്പോൾ ഈ ഹോട്ടൽ കാണുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഹോട്ടലായിട്ടാണ് തോന്നുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫുഡൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്ക് ഇനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോയ്ക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. പിന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ബിരിയാണിയാണ് ഇവിടെ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇത് ബീഫ് ബിരിയാണിയാണ് കേട്ടോ. പിന്നെ ഇത് ദം ബിരിയാണി അല്ല എന്നാണ് പറഞ്ഞത്. ഇത് റൈസ് മാത്രം ദമ്മാണ്. പിന്നെ ബീഫ് ദമ്മല്ല, സെപ്പറേറ്റ് ആയിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് തന്നിരിക്കണത്. അപ്പോൾ നമ്മളിത് കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. റൈസ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവരിൽ ചിക്കൻ ബിരിയാണി മാത്രം ദമ്മുള്ളൂ എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞേക്കണ്, ഞങ്ങൾ വരുമ്പോഴത്തേനും കഴിഞ്ഞേക്കണ്. അപ്പോൾ നമ്മൾ ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് അത്യാവശ്യം വേറൊരു ടേസ്റ്റ്, ഒരു വെറൈറ്റി ടേസ്റ്റുള്ള വേറൊരു ബിരിയാണി ആയിട്ടാണ് തോന്നിയത്. നല്ല ബിരിയാണി തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പം എന്നാൽ ഞങ്ങളും അതെ, ഈ നേരമായ കാരണം 8:30 ആയി കഴിഞ്ഞ കാരണം നല്ല വിശപ്പും ഉണ്ട്. അപ്പം എന്നാൽ ഞങ്ങൾ കഴിക്കട്ടെ, കഴിച്ചിട്ട് വിശേഷങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് പുറത്തൊക്കെ ഫുഡ് പോയി കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിന് തന്നെ ഒരു സന്തോഷമാണ്. നമ്മൾ എന്നും വീട്ടിൽ നിന്ന് അങ്ങനെ ഫുഡ് കഴിച്ച് മടുത്ത് ഒരു ദിവസമൊക്കെ പുറത്തുനിന്നാവാട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേക്കണം. ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് മടുക്കാത്തൊരു ലെവലിലുള്ള ബിരിയാണി തന്നെയായിരുന്നു. നല്ല ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നു. പിന്നെ ബീഫൊക്കെ നല്ല സോഫ്റ്റ് തന്നെയായിരുന്നു. ദമ്മല്ല എന്നുള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
പിന്നെ ജ്യൂസൊന്നും പറഞ്ഞിട്ടില്ല, ജ്യൂസ് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ജ്യൂസ് കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടല്ലേ വന്നത്, അപ്പോൾ പിന്നെ ജ്യൂസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും എടുത്തില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ്, അപ്പോൾ ഇനി എവിടെയും തങ്ങണമൊന്നുമില്ല, നോമ്പൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ അധികം നല്ല ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല ക്ഷീണം തോന്നും. അപ്പോൾ കൈയൊക്കെ വാഷ് ചെയ്ത് നമ്മളിതാ പോവാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്ക് ഇനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോയ്ക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം.